മാന്യമിത്രങ്ങൾക്ക് നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്തരണത്തിലൊരു സന്ദേശമായി എത്താനുണ്ടായ കാരണം 4 ദിവസം മുമ്പാണ് നമ്മളുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന് രാജ്യത്തെ CSR ഫണ്ടുമായിട്ടുള്ള യൂട്ടിലൈസേഷൻ്റെ 80Gയും 10AC-യും 12-ഉം അടക്കമുള്ള എല്ലാവിധ അംഗീകാരങ്ങളും RBI നമുക്ക് അനുവദിച്ച് തന്നത്. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മൾ താഴെ അറ്റം വരെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഈ ഘട്ടത്തിൽ മറ്റൊരു ചാനലിൻ്റെ വീഡിയോയും കൂടെ കണ്ടപ്പോഴേ നമ്മൾ ഈ CSRലേക്ക് വന്ന സാഹചര്യം എന്താണെന്നും അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം ആവശ്യമാണെന്ന് തോന്നി. 2018 നമ്മുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി സജീവിനെ എന്നെയും കൂടെ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ വനംവകുപ്പിൻ്റെ ഒരു ഹാളിൽ വെച്ച് ഒരു പരിപാടി നടക്കുന്നു. അവിടെ ഈ CSR ഫണ്ടുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് ഇന്ന് വിവാദ നായകനായ അനന്തകൃഷ്ണനാണ്. ഞാനും സജീവും കൂടെ അവിടെ പോയി കുറച്ച് സ്ത്രീകളെ അവിടെ പങ്കെടുപ്പിച്ചു. അവർക്ക് തൊഴിലുപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നേടിക്കൊടുക്കാൻ CSR ഫണ്ട് വഴി സാധിക്കും. നമ്മുടെ സംഘടനയിലുള്ള തൊഴിലാളികൾക്കും ഇതൊക്കെ സാധ്യമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് അവിടെ വെച്ചൊരു മൊമെൻ്റോ ഒക്കെ തന്നു, ഒരു സ്വീകരണമൊക്കെ തന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് സംശയം ഉടലെടുത്തിട്ടാണ് ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിച്ചതേയില്ല. പിൽക്കാലത്ത് എനിക്ക് ബോധ്യമായി ആ മോഹന വാഗ്ദാനങ്ങളിൽ വീഴാഞ്ഞത് തികച്ചും എൻ്റെയും നമ്മുടെ സംഘടനയുടെയും സൗഭാഗ്യമാണ്. അതിനോടൊപ്പമാണ് 2022 ട്രിവാൻഡ്രത്ത് നിന്ന് SBIയുടേതായിട്ട് 25 ലക്ഷം രൂപ CSR ഫണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞൊരു ഓഫർ വന്നപ്പോൾ അവർ ചോദിച്ച രേഖകളൊന്നും നമുക്ക് എലിജിബിലിറ്റായിട്ടില്ല, RBIന്ന് കിട്ടിയില്ല. തുടർന്ന് നമ്മൾ 2 വർഷം നടത്തിയ പോരാട്ടത്തിലാണ് നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം CSR ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം. അവിടെ ഈ ചാനലുകാർ പറയുന്ന കണക്ക് അംബാനിയുടെ കയ്യിൽ നിന്നോ അദാനിയുടെ കയ്യിൽ നിന്നോ ടാറ്റ കമ്പനിയുടെ കയ്യിൽ നിന്നോ എന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ NGO ആയ AKT ചാരിറ്റബിൾ ട്രസ്റ്റിനൊന്നും ആ ഭാഗത്തുനിന്ന് CSR ഫണ്ട് വരില്ല. കാരണം എന്താണ്? അതെല്ലാം പൊളിറ്റിക്കലി അത്തരം സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി രൂപീകൃതമായ ചാരിറ്ററി സംവിധാനങ്ങളിലൂടെ തന്നെ അത് യൂട്ടിലൈസേഷൻ നടക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുണ്ട്. അതിൽ നിന്ന് വേറിട്ടാണ് നമ്മൾ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വിവേചനമില്ലാതെ ഒരു തൊഴിൽ മേഖലയിലെ 3.5 ലക്ഷം കുടുംബങ്ങളെ ചേർത്ത് നിർത്തി നമ്മൾ പോകുന്നത്. അവിടെ നമ്മുടെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന് കൊടുത്തിരിക്കുന്ന ഇന്നത്തെ ഒരു റിക്വസ്റ്റിൽ നമ്മൾ രേഖപ്പെടുത്തിയത് നമ്മുടെ തൊഴിൽ മേഖലയിൽ തൊഴിൽ അന്യം നിന്ന് പോകുന്നു, ആധുനിക പരിശീലനത്തിൻ്റെ കുറവ്. സംഘടന നേരിട്ട് ടൈലറിംഗ് ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് പരിശീലനം കൊടുത്തു. ആ പരിശീലനം ലഭിച്ച കേരളത്തിലെ 14 ജില്ലയുടെയും തൊഴിലാളികൾക്ക് ഇന്നത്തെ നിലവാരത്തിൽ തൊഴിലെടുക്കണമെങ്കിൽ ആധുനിക തുന്നൽ മെഷീനായ പവർ മെഷീൻ വളരെ അനിവാര്യമാണ്. ഒരു പവർ മെഷീൻ ഇന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ സംഘടനയിലൂടെ 23,500 രൂപ വരെ അനിവാര്യമാണ്. ആ മെഷീൻ വാങ്ങാൻ ഒരു 200 പരിചയസമ്പന്നരായി നമ്മളെ പരിശീലിപ്പിച്ചു വിട്ട സന്നദ്ധരും നിർദ്ധനരുമായ തയ്യൽ തൊഴിലാളികൾക്ക് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SBIയുടെ ഈ CSR ഫണ്ടിൻ്റെ ഒരു വിഹിതം തന്ന് നമ്മളെ സഹായിക്കണമെന്ന് പറയുന്ന ഒരു പുതിയ ചുവടുവെപ്പ് തുടങ്ങിയ ദിവസം ഇന്നാണ്. നിങ്ങളും അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. നമുക്ക് ഭാഗ്യം സിദ്ധിച്ചാൽ ഈ 25ാം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ CSR ഫണ്ടുമായി ക്ലബ്ബ് ചെയ്യുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നമുക്കവിടെ പറയുവാനും അനുഭവിക്കുവാനും നമുക്കത് ലഭിക്കുവാനുമുള്ള സൗഭാഗ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ചുരുക്കുന്നു. നമസ്കാരം.